നുണക്കുഴി ഒരു ഫൺ എന്റർടൈൻമെന്റ് മൂവി. എന്നാൽ ടോട്ടലി ഒരു ഫൺ എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് തോന്നിയില്ല. ഒരു ഫാമിലി മൂവിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഫുള്ളി ഫാമിലി മൂവിയും അല്ല. എന്നാൽ ഒരു സീരിയസ് മൂവിയാണോ? ഒരിക്കലുമല്ല. ഏകദേശം കോമഡി എന്റർടൈൻമെന്റ് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവിയായിട്ട് തോന്നി. എന്നാൽ ഒരുപാട് സീരിയസ് മാറ്റേഴ്സ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ചെറിയ സീരിയസ് കാര്യങ്ങളൊക്കെ കോമഡി രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഫൺ ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ രീതി ഈ മൂവി എന്നുള്ളത് ഒരുപാട് സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് കയറി കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് നുണക്കുഴി എന്നുള്ളത്. നല്ല ഫ്രീ ആയിട്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് നുണക്കുഴി എന്നുള്ളത്. എന്നാൽ ഒരുപാട് ചിരിക്കാനായിട്ടൊന്നും ഇല്ല എന്ന് തോന്നി. ഒരുപാട് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് ത്രില്ലിങ്ങുമല്ല. എന്നാൽ മട്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയാണ്. ചില സീനുകളിലുള്ള ലാഗ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ടോട്ടലി വ്യൂവേഴ്സിനെ എൻഗേജ് ചെയ്തിരിക്കുക, ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്ത് ഇരിപ്പിക്കുന്ന മൂവിയാണ്. അധികം ഒന്നും കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല. കാര്യം ഫൺ എന്റർടൈൻമെന്റ് മൂവിക്കകത്ത് നമ്മൾ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് സാധാ മട്ടിൽ പോകുന്ന മൂവി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതും. ഒരു സാധാരണ രീതിയിലുള്ള ഒരു മൂവിയാണ്. അതിൻ്റെ നല്ല ഫണ്ണും ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, നല്ല എൻജോയ്മെന്റ് ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ കാസ്റ്റിംഗ് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ജോസഫ് ഉണ്ട്. അത്യാവശ്യം മെയിൻ കാസ്റ്റിംഗ് ആയിട്ട് പറയുകയാണെന്ന് ബേസിക് ജോസഫും അതുപോലെ തന്നെ സിദ്ദിഖായും റൈജു ചേട്ടനും ഗ്രേസ് ആന്റണിയും ഒക്കെയാണ് ഒരു ലീഡിംഗ് റോളിലായിട്ട് ഈ പടത്തിലുള്ളത്. ബാക്കിയുള്ള കാസ്റ്റിംഗ് ഉണ്ട്. ജോറിയസ് ആണെങ്കിലും നിഖില വേമ്പ് ആണെങ്കിലും നല്ല കാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു മുഴുനീളം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ഒരു ലീഡിംഗ് റോള് കൊടുത്തിരിക്കുന്നത് ഈ ബാക്കിയുള്ളവരുടെയാണ്. കാസ്റ്റിംഗ് എല്ലാം വളരെ പെർഫെക്റ്റ് തന്നെയാണ്. ഒരു മിസ് കാസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റ് ലെവലിൽ നോക്കുമ്പോഴേക്കും ഈ ഒരു ആൾക്കാരെല്ലാം വളരെ പെർഫെക്റ്റ് തന്നെയാണ്. പിന്നെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് മൂവീസ് ഒക്കെ നമ്മൾ കീറി മുറിച്ച് കട്ട് ചെയ്ത് വിശകലനം ചെയ്യുന്ന പോലെ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഫൺ എന്റർടൈൻമെന്റ് മൂവിയാണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു പടത്തിന്. ഒരുപാട് കുത്തിയിരുന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തല പോയിക്കാതെ തന്നെ നല്ലൊരു കൂൾ മൈൻഡായിട്ട് കാണാൻ പറ്റിയതുകൊണ്ട് തന്നെ സ്റ്റോറിയെ നമ്മൾ അധികം വെട്ടിമുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ലാപ്ടോപ്പ് തമ്മിൽ മാറിപ്പോകുന്നതും ആ ഒരു ലാപ്ടോപ്പ് വീണ്ടെടുക്കാനായിട്ട് നടത്തുന്ന പരിശ്രമങ്ങളും പിന്നീട് നടക്കുന്ന ആ ഒരു സംഭവ വികാസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ക്ലാഷും ആ ഒരു സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു പടം ഫോക്കസ് ചെയ്ത് പോകുന്നത്. അതിലുണ്ടാകുന്ന കുറെ രസകരമായ നിമിഷങ്ങൾ, അത് പല സ്റ്റോറികളാണ്. പല പല ചെറിയ ചെറിയ സ്റ്റോറികൾ എല്ലാം കൂടെ കൂട്ടി, ഓരോരുത്തരുടെ സ്റ്റോറി എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് അവസാനം എല്ലാം കൂടെ ഒരു എൻഡിൽ തന്നെ എത്തിക്കുന്നുണ്ട്. കൂടാതെ അവസാനം ഒരു സെക്കൻഡ് പാർട്ടിലേക്ക്, അത് സാധാരണ ഇപ്പോൾ ഉള്ള എല്ലാ മൂവിയും ഒരു സെക്കൻഡ് പാർട്ട് അവശേഷിപ്പിക്കുന്ന പോലെ ഇതും സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചിട്ടും കൂടിയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോറി ലെവൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ മേക്കിംഗ് ആണ് ഇതിന്റെ ഒരു വളരെ മനോഹരമായിട്ടിരിക്കുന്നത്. നമുക്ക് അവർ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതും ആ ഒരു മേക്കിങ്ങിലെ ബ്യൂട്ടിയാണ്. കാര്യമായി ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയതുകൊണ്ട് തന്നെ അവസാനം ഒരു ക്രെഡിറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ജീത്തു ജോസഫിന്റെ മൂവിയാന്നുള്ളത്. പക്ഷെ എന്നാൽ ഇതിനു മുമ്പുള്ള ജീത്തു ജോസഫിന്റെ മൂവി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം എത്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. മേക്കിങ്ങിന്റെ ക്വാളിറ്റി കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് ഇരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഫൺ എന്റർടൈൻമെന്റ് ലെവലിൽ ഒരു കിടിലം മൂവി ആയിട്ട് തന്നെ തോന്നി. ഒരു ഫ്രീ മൈൻഡോട് കൂടി ഒരു മൂവി വാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ട്, ഒരു കോമഡി എന്റർടൈൻമെന്റ് അത്യാവശ്യം ചിരിക്കാനുള്ള മൈൻഡോട് കൂടിയാണെന്നുണ്ടെങ്കിൽ നേരെ തന്നെ തിയേറ്റർ നുണക്കുഴിക്ക് കയറിക്കോ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.